അതാണ് പ്രശ്നം. ഇത് ഷോട്ടിൽ നിൽക്കില്ല. ഫ്രണ്ട് പിന്നർ മൂപ്പർ തന്നെയാണ്. നമ്മളൊപ്പം വന്നിട്ടുള്ള ഷെർവിൻ ബ്രോ നീറ്റാണ്, പക്ഷെ ചിലപ്പോ ഞാൻ അത് വീട്ടിൽ കൊണ്ടു ബോട്ടിന്റെ മുകളില് ശ്രദ്ധിച്ചിരുന്നു സ്റ്റോറി സ്റ്റോറി ഉണ്ട്. ആ ഫുൾ സ്റ്റോറിയാണ് ബാക്കിൽ കത്തിയുടെ പിന്നെയുള്ള സ്റ്റോറി. അതായത് നമ്മുടെ വണ്ടി ഫുള്ള് ബിൽഡ് ചെയ്തേക്കുന്നത് സമുറായി തീമാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഓണർ തപ്പി കണ്ടുപിടിച്ച് വീഡിയോ മസ്റ്റ്. ഒരു വണ്ടി പ്രാന്തിന്റെ കഷ്ടപ്പാടാണ് കേൾക്കണേട്ടാ. ചില്ലറ കഷ്ടപ്പാടല്ല, റിസർച്ച് ചെയ്ത് കളർ കണ്ടെത്തി പെയിന്റ് അടിച്ച് കൊടുക്കുന്ന ടീമാണ്. നെക്സ്റ്റ് നമ്മളൊപ്പം ഉള്ളത് അഫ്സൽ ബ്രോ. അഫ്സൽ ബ്രോ ഒരു മസ്താങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കളർ വേരിയന്റ് വേറൊരു വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ കണ്ണ് ഫസ്റ്റ് പോയത് മസ്താങ്ങിന്റെ കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ഈ വണ്ടിയിൽ നോക്കിയത്. ഇതൊക്കെ ഉണ്ടായിട്ടാണോ കണ്ടിരുന്നത്? സെറ്റപ്പുകളൊക്കെ കൊള്ളാം. ഇപ്പൊ നമ്മളൊപ്പം ജസ്റ്റിൻ ബ്രോ ഡോഡ്ജ് ചാർജർ. ഈ പെയിന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഫുള്ളി റീപെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന പോലെ സ്റ്റോക്ക് പെയിന്റിൽ ഫുള്ളി റീപെയിന്റ് ചെയ്ത് ഇറക്കിയ സാധനമല്ല. നമ്മുടെ എല്ലാ ടീമിന്റെ എല്ലാ വണ്ടിക്കും ഓരോരോ വെറൈറ്റീസ്, ഓരോ സിഗ്നേച്ചർ ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞു, ആർട്ടിസ്റ്റും വണ്ടി ഭ്രാന്തനും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഡോഡ്ജ് ചാർജർ ഒക്കെ ഇരിക്കുന്നത്. അതായത് A to Z ഇതിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ഇല്ല. ഈവൻ എക്സോസ്റ്റ് വരെ മോഡിഫൈ ചെയ്ത് പുറത്തേക്ക് മാറ്റി അടിപൊളി ചെയ്തിട്ടൊരു ക്ലീൻ സാധനം. 2 ഡോഡ്ജർ. ഇതൊരു ഹൈലൈറ്റ് സാധനം. ഇത് തറയിലിട്ടിരിക്കുക, ഫ്ലോർ ചെയ്ത് കിടക്കുക. അങ്ങനെയാണ്. നമ്മളപ്പോ കൂടെ ഉള്ളത് റെബിബ്രോയുടെ വണ്ടിയാണിത്. റെബിബ്രോനെ പരിചയപ്പെടുത്തുമ്പോ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു GS കൂടി ഉണ്ട്. GS ഇൻഷാല്ലാ നമുക്കത് അടുത്ത വീഡിയോ ചെയ്യാം. ഒരു ക്യൂരിയോസിറ്റി ചെയ്യും. ഈ എയർ സസ്പെൻഷൻ ചെയ്യാൻ വേണ്ടിട്ട് അറൗണ്ട് എത്ര റൺസ് ഇറക്കിയിട്ടുണ്ടാവും? അറൗണ്ട് 14,000 അടുത്ത്. 2 പവന്റെ മാല, 10,000 രൂപയുടെ ചെരുപ്പ്. ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. സൈലന്റ് കംപ്രസർ ആണ് ബേസിക്കലി. ടീമില് വേറെ ആരും ചെയ്തിട്ടില്ല. ഇത് 1 of 1 കാറാണ് ടീമിലത്തെ. 4ാമത്തെ താജിബ്രോന്റെ ഒപ്പാണ്. എല്ലാരും സ്റ്റോറി ഞാൻ ചോദിച്ചവരടുത്തൊക്കെ സ്റ്റോറി ഇതാണ്. ഫാമിലി കാറും സ്പോർട്സും കൂടി മിക്സ്. അപ്പൊ ഫാമിലിയും വണ്ടി പ്രാന്തും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം തപ്പി ഇറങ്ങിയാണ് ഇവിടെ എല്ലാവരും സെലക്ട് ചെയ്ത ഒരു വണ്ടിയാണ് ഡോട്ട് ചാർജർ. ഇതൊരു അമേരിക്കൻ മസ്റ്റ് ആണ്. അമേരിക്കൻ യൂറോപ്യൻ കൾച്ചർ അവര് മോളിൽ സ്പോക്സ് കയറ്റുന്നു. സൈക്ലിംഗിന് പോവാറുണ്ടോ? ഫ്രണ്ട് പിന്നർ മൂപ്പർ തന്നെയാണ്. ഫോർമേഷൻ ഉണ്ടാവാൻ കാരണം തന്നെ നമ്മളെ ചന്ദ്രോ ആണ്. ആളില്ലെങ്കിൽ സംഭവം ഇങ്ങനത്തെ ഒരു ക്ലബില്ല. നമ്മളെ ഷീസ്പോർട്ട് എന്നൊക്കെ ഒരു വിങ് ഉണ്ട്. അപ്പൊ കൂട്ടിയാൽ അറൌണ്ട് 200+ മെമ്പേഴ്സ് നമ്മളടുത്ത് ഓൾറെഡി ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ പുഷ് ചെയ്തിട്ട് ശരിക്കും മോട്ടീവ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നത് ആളാണ്. അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര മെമ്പേഴ്സ്? ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓരോ വണ്ടീസും ഓരോ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളുമായിട്ട് ഇൻഷാല്ലാ അടുത്ത് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ.